തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. 3 കേന്ദ്രങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. മെയ് 4-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി ജില്ലയിൽ ഒരുങ്ങുന്നത് വിപുലമായ സംവിധാനങ്ങളാണ്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വടകര, കുറ്റ്യാടി, നാദാപുരം നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിലും കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലേത് കൂടത്തായി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പേരാമ്പ്ര, കൊയിലാണ്ടി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, ബാലുശ്ശേരി, ബേപ്പൂർ മണ്ഡലങ്ങളിലേത് വെള്ളിമാടുകുന്ന്, JDT ഇസ്ലാം എന്നിവിടങ്ങളിലുമാണ് നടക്കുന്നത്. രാവിലെ 6 മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും. തപാൽ വോട്ടുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമാണ് ആദ്യം തുറക്കുക. 8 മണിയോടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണൽ 8:30-നാണ് ആരംഭിക്കുക. വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കുക. ഏജന്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രവേശിക്കാനായി പ്രത്യേക കവാടങ്ങൾ സജ്ജീകരിക്കും. മൊബൈൽ ഫോണുകൾ കൗണ്ടിംഗ് ഹാളിൽ അനുവദിക്കില്ല. ഫോണുകൾ സൂക്ഷിക്കാൻ പ്രവേശന കവാടത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും. എല്ലാ ടേബിളുകളും കാണുന്ന തരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. വോട്ടെണ്ണൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കും. ഏജന്റുമാർക്കുള്ള പാസ് റിട്ടേണിംഗ് ഓഫീസർമാർ മുഖേന കൈമാറും. വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആദ്യഘട്ട റാൻഡമൈസേഷൻ 27-ന് നടക്കും. 2ാം ഘട്ട റാൻഡമൈസേഷൻ മെയ് 2-നും 3ാം ഘട്ടം മെയ് 4-ന് പുലർച്ചെ 5-നും നടക്കും. ഇവർക്കുള്ള പരിശീലനം ഏപ്രിൽ 29, 30, മെയ് 3 തീയതികളിലായി നടക്കും. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.